നിങ്ങൾക്കറിയാമോ അത്രമേൽ സൗഹൃദത്തിലായിരുന്ന ഇറാൻ ഇസ്രയേൽ ബന്ധം എങ്ങനെയാണ് ശത്രുതയിലേക്ക് മാറിയതെന്ന്? 1979 ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം ഈ ബന്ധത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി. ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ ഭരണം തീവ്ര മതവാദികളുടെയും ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ടൂഡേ പാർട്ടിയുടെയും പിന്തുണയോടെ അട്ടിമറിക്കപ്പെട്ടു. ഷാ രാജ്യം വിട്ട് പലായനം ചെയ്തതോടെ പ്രമുഖ ഷിയ മത നേതാവായ അയത്തുള്ള റുഹുള്ള ഖൊമേനി ഇറാന്റെ പരമോന്നത നേതാവായി അധികാരമേറ്റു. ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഷാ ഭരണകൂടത്തിന്റെ ഇസ്രയേൽ അമേരിക്കൻ ബന്ധങ്ങളെ ഖൊമേനി രൂക്ഷമായി വിമർശിച്ചു. അദ്ദേഹം ഇസ്രയേലിനെ ചെറിയ ശൈത്താൻ എന്നും അമേരിക്കയെ വലിയ ശൈത്താൻ എന്നും വിശേഷിപ്പിച്ചു. ഖൊമേനിയുടെ വിപ്ലവ ദർശനം ഇസ്ലാമിക ഐക്യത്തിനും ഇസ്രയേലിനെതിരായ പാലസ്തീൻ പോരാട്ടത്തിനും ഊന്നൽ നൽകുന്നതായിരുന്നു. അധികാരം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി വിപ്ലവത്തിൽ പങ്കാളികളായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഖൊമേനി ഭരണകൂടം ആജീവനാന്ത തടവിനും വധശിക്ഷയ്ക്കും വിധേയരാക്കി.